പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കണ്ടോ, അത് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഞാനിങ്ങനെ ഇടിച്ചെടുത്തിട്ട് കുറച്ച് നാരങ്ങയല്ലല്ലോ, വെളിച്ചെണ്ണ ചേർത്തതാണ്. പിന്നെ ഇത് ഡോണൂസിൻ്റെ ആണ് കേട്ടോ. ഡോണൂസിന് ഞാനത് ചൂടാറിയിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ദേ ഇങ്ങനെ കഴിച്ച് തുടങ്ങി ഗൈസ്. മത്തി വറുത്തത് ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒക്കെ കഴിച്ച് നോക്കാനാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം. നല്ല വെണ്ണ പോലെ വെന്ത നമ്മുടെ കപ്പയും ഈ ഒരു മുളകിടിച്ചതും അതായത് മുളകും ഉള്ളിയും കൂടി ചതച്ചതും, ഉഫ്, അപ്പാര കോമ്പിനേഷനാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല വെണ്ണ പോലെയുള്ള കപ്പയെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം നെയ്യ് പോലെ ആയിട്ടുണ്ടല്ലേ കളർ കൊണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കുറച്ച് തരാണ്, നിങ്ങളും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അധികം സ്പൈസി അല്ല, എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളുടെ കടന്നു പോയി ഗൈസ്. അപ്പോൾ ഇനിയും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കെത്താം. എൻ്റെ കപ്പ എത്ര പുകഴ്ത്തിയിട്ടും എനിക്ക് മതിയാവുന്നില്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ ഗൈസ്. ഇനി ഞാൻ അറഞ്ചും പുറഞ്ചും ഇഷ്ടാനുസരണം ഒന്ന് കഴിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, ലവ് യു ഓൾ.